The title of today's message would be The Purpose-Driven Christian Life. ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ആവശ്യം എന്താണെന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ. Verse number 13 and 14. Let me read that passage once again. Brothers, I do not consider that I have made it my own, but one thing I do, forgetting what lies behind and straining forward to what lies ahead, and I press on toward the goal for the prize of the upward call of God in Christ Jesus. ഫിലിപ്പിയർ ലേഖനം 13-12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. The book of Philippians is one of the Christological letter. ക്രിസ്റ്റോളജിക്കൽ ലെറ്ററിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ടമായിട്ടുള്ളൊരു പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനം. The chapter 1 talks about Christ is my purpose. ക്രിസ്തുവാണ് എൻ്റെ പർപ്പസ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്, ഒന്നാം പുസ്തകത്തിൽ പറയുന്നത്. The second chapter talks about the Christ is my pattern. ക്രിസ്തുവാണ് എൻ്റെ പാറ്റേൺ എന്നുള്ളതാണ് രണ്ടാം പുസ്തകത്തിൽ പറയുന്നത്. The third one, the Christ is my power. ക്രിസ്തുവാണ് എൻ്റെ ശക്തി എന്നുള്ളതാണ് മൂന്നാം അധ്യായത്തിൽ പറയുന്നത്. That's what we are going to talk in this morning time. അതാണ് നമ്മൾ ഇന്നിവിടെ രാവിലെ The chapter 4 at the same time talks about the Christ is my peace. ക്രിസ്തുവാണ് എൻ്റെ സമാധാനം എന്നുള്ളതാണ് നാലാം അധ്യായത്തിൽ ഇതിൽ പറയുന്നത്. Praise the Lord. When we read this passage, verse number 13 and 14, ഈ ഭാഗത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ one thing we understood, നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, Paul is giving a metaphor of an athletic race. ഒരു ഓട്ടക്കാരന്റെ ഒരു ഉപമയോട് കൂടിയാണ് പൗലോസ് ഇതിൽ കാര്യങ്ങളെ പറയുന്നത്. Seems like Paul was a sports fan during those time. ഈ സമയത്ത് പൗലോസ് ഒരു അത്ലറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഓട്ടക്കാരനോ അല്ലെ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ആളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കായിക താരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. All right. Soccer game is going on in Dallas and a couple of places, Houston and all. ഡാളസിലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഫുട്ബോൾ കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. I know some of you are fan of one of the team. ഇതിൽ പല ആളുകളും പല താരങ്ങളുടെയും പല കായിക ടീമുകളുടെയും വളരെയധികം ഇഷ്ട ആൾക്കാരാണെന്ന് എനിക്കറിയാം. The Apostle Paul was very familiar with the athletic games associated with the Corinth during those days, especially Isthmian games. ഇവിടെ പൗലോസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കൊരിന്തിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ കായികമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടും അറിഞ്ഞും ജീവിച്ച ഒരാളാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു പ്രതിഫലനം ഇവിടെ നമുക്ക് കാണാം. Especially when you read Acts chapter 18, Paul was in Corinth for some time, almost 2 years. So many scholars believe that he was there during one of the Isthmian festival. പല എഴുത്തുകാരും മനസ്സിലാക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൽ അദ്ദേഹം കൊരിന്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നടന്നിട്ടുള്ള കളികളും കായികമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. On one occasion he writes the analogy of boxing in 1 Corinthians chapter 9. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ അദ്ദേഹം ബോക്സിങ്ങിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. Then when it comes into Ephesians chapter 6, talk about wrestling. അതുപോലെ തന്നെ റെസ്ലിംഗിനെ കുറിച്ച് എഫേസ്യർ 6-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. Then again race, Galatians chapter 5, then 1 Corinthians chapter 9, and over here also we see. ഗലാത്യരിലും 1 കൊരിന്ത്യരിലും അദ്ദേഹം ഓട്ടത്തെ കുറിച്ച് നമുക്ക് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. And now he is connecting all this with the Christian life or Christian race. ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടത്തെയും അതുപോലെ തന്നെ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്രയും അതുമായി കണക്ട് ചെയ്താണ് പൗലോസ് ഇവിടെ സംസാരിക്കുന്നത്. When you understand the context of this passage, chapter 3, the whole passage, when you read, already Sanichan gave some sort of a context on that passage.
സണ്ണിച്ചാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് കുറച്ച് സംസാരിച്ചു. ഈ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, one of the context, what Paul was mentioning here, I want to gain Christ, I want to know Christ more. എനിക്ക് ക്രിസ്തുവിനെ അറിയണം, എനിക്ക് ക്രിസ്തുവിനെ നേടണം എന്നുള്ളതാണ് പൗലോസ് ഇവിടെ So പറയാനായി this is what ഉദ്ദേശിക്കുന്നത്. his calling, and this was his ambition for all this time. ഇതിനു വേണ്ടിയാണ് പൗലോസ് ക്ഷമയോടെ കാത്തിരുന്നത്. ഇതിനു വേണ്ടിയാണ് പൗലോസ് ഇത്രയും നാളും അതിനു വേണ്ടിയാണ് ഓടിക്കൊണ്ടിരുന്നത്. And when we read this passage, especially verse number 8 to 11, also as we already know, he is mentioning about that, and he said, "This is the greatest prize of my life." അതുപോലെ തന്നെ എട്ടാം വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് പൗലോസ് പറയുന്നത് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ വില എന്നുള്ളതാണ്. Every church there is at least 3 or 4 categories of people are sitting. എല്ലാ സഭയിലും 3-4 തരത്തിലുള്ള ആളുകളാണ് പ്രധാനമായി കാണുന്നത്. The number one category of people, they are exploring Christ. ഒന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. They are here in the Sunday service. അവരെല്ലാ സൺഡേ പ്രാർത്ഥനകൾക്കും വരാറുണ്ട്. But not very serious. പക്ഷെ അവർ വളരെ കാര്യമായി എല്ലാ കാര്യങ്ങളും എടുക്കുന്നവരല്ല. Not very much fully committed, but still they are on the process of exploring Christ. അവർ ക്രിസ്തുവിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ അവരുടെ ജീവിതം അതിനുവേണ്ടി കൊടുക്കാനായി അവർ താല്പര്യപ്പെടുന്നില്ല. And the second category of people, which is called growing in Christ. രണ്ടാമത്തെ കൂട്ടരുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ഒപ്പം വളരുന്നവരാണ്. They already accepted Jesus Christ as a personal savior, taken water baptism. അവർ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ജലത്തിൽ സ്നാനമേൽക്കുകയും ചെയ്തവരാണ്. They are trying to lead a Christian life. അത് മാത്രമല്ല, അവർ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുമാണ്. But still they are not fully delivered from the attraction of the world. എന്നാലും അവർ പൂർണ്ണമായിട്ടും ലൗകിക ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല. Still they are on the process of growing in Christ. അവർ ക്രിസ്തുവിലേക്ക് വളരുന്നുണ്ട്. അവർ ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. There is a third category of people, ഒരു മൂന്നാം കൂട്ടരെന്ന് പറയുന്നത്, which is called Christ-centered Christian. അവരെന്ന് പറഞ്ഞാൽ ക്രിസ്തു ഏകീകൃതമായിട്ടുള്ള ക്രിസ്ത്യാനികളായിരിക്കും. They are fully committed with Christ. അവർ ക്രിസ്തുവിലേക്ക് പൂർണ്ണമായും അടുത്തിരിക്കുന്നവരായിരിക്കും. അവർ ഏകാഗ്രതമായി ജീവിക്കുന്നവരായിരിക്കും. They are sold out for Jesus. അവർ ക്രിസ്തുവിന് വേണ്ടി മാറ്റപ്പെട്ടവരായിരിക്കും. Everything in their life revolves around Christ. അവരുടെ എല്ലാ കാര്യങ്ങളും, ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ക്രിസ്തുവുമായിട്ടുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ടതായിരിക്കും. As I mentioned, all these three are there in every church. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ സഭകളിലും ഈ മൂന്ന് കൂട്ടത്തിലുള്ള ആളുകൾ കാണും. And now when we look at this passage, verse number 13, ഈ ഭാഗത്തെ 13-ാം വാക്യം നമ്മൾ നോക്കുമ്പോൾ, brothers, Paul is mentioning, brothers, I do not consider that I have made it my own, but one thing I do. ഇവിടെ പൗലോസ് പറയുന്നത് സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്ത് പറയുന്നത്, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. Yes, ഞാൻ പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല. I do not consider that I have made it on my own. ഞാനത് നേടി എന്ന് പൗലോസ് ഇവിടെ ചിന്തിക്കുന്നില്ല. When you talk about Paul, he already when he was writing this epistle, he was already 30 years he was in the mission field, and he was an apostle. 30 വർഷത്തോളം പൗലോസ് അപ്പോസ്തല ജീവിതം നയിച്ചതിന് ശേഷമാണ് ഈ പുസ്തകം എഴുതുന്നത്. He planted a lot of churches in different places in Asia Minor. ഏഷ്യ മൈനറിലെ പല ഏരിയകളിലായിട്ട് പൗലോസ് പല സഭകളും പണിതു കഴിഞ്ഞിരുന്നു. Through him God ministered powerfully. അതുമാത്രമല്ല, കർത്താവായ യേശു പൗലോസിനെ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. Especially when you read Acts chapter 19, verse number 11, the Bible says, now God worked unusual miracles by the hand of the Paul. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 19-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ദൈവം പൗലോസ് മുഖാന്തരം അസാധാര്യമായ വീര്യപ്രവൃത്തികളെ ചെയ്യുകയാൽ, so that even handkerchiefs or aprons were brought from his body to the sick, and the disease left them, and evil spirit went out of them. അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. So consider Paul right now. ഇപ്പോൾ നമുക്ക് പൗലോസിനെ നമ്മൾ, it's a powerful man of God. പൗലോസ് ഈ സമയത്ത് ഒരു ഒരു പവർഫുൾ മനുഷ്യനാണ്. He was a great visionary and missionary. ദൈവത്തിന്റെ ഒരു വലിയ ദാസനാണ്. ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തെ വരച്ചു കാട്ടുന്ന ഒരു മനുഷ്യനാണ് But പൗലോസ്. still, he talks here, verse number 13 says, I do not consider that I have made it on my own. പക്ഷെ പൗലോസ് ഇവിടെ 13-ാം വാക്യത്തിൽ പറയുന്നത് ഞാനത് നേടിയെന്നല്ല. Praise the Lord.
Praise the Lord. Let me tell you something in this morning time. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോടായി കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. None of us can reach perfection this side of heaven. ദൈവത്തിന്റെ സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ആർക്കും പൂർണ്ണരാകുവാൻ സാധിക്കില്ല. So we are on the process of gaining Christ in every moment of our life. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നമ്മൾ ദൈവത്തിന് വേണ്ടി നേടാനും അതുപോലെ ദൈവത്തിലോട് വളരുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Every day this is the purpose of our life. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലുമുള്ള ഉദ്ദേശം ഇതാണ്. To gain Christ, more and more in our life. കൂടുതൽ ക്രിസ്തുവിനെ നേടുക അല്ലെ ക്രിസ്തുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദ്ദേശം. Let me ask you this morning. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോടായി Are ചോദിക്കട്ടെ, we gaining Christ more compared with the last month? കഴിഞ്ഞ മാസത്തെ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ മാസത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ മാസം നമ്മൾ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുത്തുവോ? Do you know more Christ compared with the last year? കഴിഞ്ഞ വർഷത്തെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ വർഷം ക്രിസ്തുവിനെ കൂടുതൽ അറിഞ്ഞുവോ? Do you have more insight about Christ? നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചയുണ്ടോ ക്രിസ്തുവിനെ കുറിച്ച്? Do you have more knowing about Christ? നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ കഴിഞ്ഞുവോ? Praise the Lord. ആമേൻ. This is what the purpose of our life as we live a life in this world. ഈ ജീവിതത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ്. Praise the Lord. In order to fulfill this purpose, ഈ ഉദ്ദേശം നമ്മൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ Paul mentioned three things. പൗലോസ് പറയുന്ന 3 കാര്യങ്ങളാണ്. The first one, ഒന്നാമത്തെ കാര്യം but എന്താണെന്ന് one വെച്ചാൽ thing I do. ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. One thing I do. ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. One thing is a very important biblical phrase. വചനമായി പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. A rich man came to Jesus and wanted to follow him, and Jesus said, you lack one thing, whatever you have, given to the poor, and come back and follow me. ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഒരു ധനികനായ മനുഷ്യൻ വന്നു. അപ്പോൾ ക്രിസ്തു അവനോട് പറഞ്ഞത്, നീ ഇത് നേടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിനക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുക്കുക. Martha invited Jesus into her home, and Martha was making, preparing food for Jesus. മാർത്ത യേശുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. പക്ഷെ എന്നിട്ട് മാർത്ത അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. And the Bible says Martha was very much distracted, but മാർത്ത നമുക്ക് വചനം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും മാർത്ത അവിടെ വളരെ പരിശ്രമിക്കുകയാണ് കർത്താവിനെ സേവ് ചെയ്യാൻ വേണ്ടി. And Jesus said one thing to Martha. പക്ഷെ കർത്താവ് മാർത്തയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. Martha, മാർത്ത, you are so much distracted. നീ വളരെ ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. One thing is needed. ഒരു കാര്യം നിനക്ക് ആവശ്യമുണ്ട്. One thing is needed. ഒരു കാര്യം നിനക്ക് Mary കുറവുണ്ട്. has been chosen the better part. മേരി നല്ല അംശം തിരഞ്ഞെടുത്തു. Praise the Lord. Amen. So one thing is needed. ഒരു കാര്യം നിനക്ക് കുറവുണ്ട്. Psalms 27 verse number 4. സങ്കീർത്തനം 27 4 വാക്യം പറയുന്നു. David mentioned something. One thing I desire for the Lord. ഒരു കാര്യം ഞാൻ ദൈവത്തിൽ നിന്ന് കാംക്ഷിക്കുന്നു. I may continue to dwell in the house of the Lord forever. യഹോവയുടെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും അവന്റെ ആലയത്തിൽ മനോഹരത്വം കാണുവാനും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. Praise the Lord. അപ്പോൾ David was asking for one thing. ദാവീദ് ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. Praise the Lord. This morning time, ഇന്ന് രാവിലെ നമുക്ക് ചിന്തിക്കാം. in order to gain Christ, in order to know him, we have to do one thing. കർത്താവിനെ നേടേണ്ടതിനായി അല്ലെങ്കിൽ കർത്താവിനെ കൂടുതൽ അറിയേണ്ടതിനായി നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. To fulfill his purpose, to do one thing. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. One thing. ഒരു കാര്യം. Be concentrate on one thing. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഒരു കാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. One thing we need to concentrate on him alone. കർത്താവിൽ കേന്ദ്രീകരിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. So many things are distracting our life. പല കാര്യങ്ങളും നമ്മളെ ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിപ്പിച്ച് At this moment കൊണ്ടുപോകാറുണ്ട്. the message is going on, so many distractions are going on over this place. നമ്മൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. But at the same time there are a couple of people are listening this message. എന്നിരുന്നാൽ തന്നെയും പല ആളുകളും വളരെ ശ്രദ്ധയോടെ തന്നെ വചനം കേൾക്കുന്നുണ്ട്. One thing you needed. നിങ്ങൾക്ക് ഒരു കാര്യം വളരെ കൃത്യമായി One thing you ചെയ്യേണ്ടതുണ്ട്. needed. നിങ്ങൾ ഒരു കാര്യം One ചെയ്യേണ്ടതുണ്ട്. thing you needed. ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. So one thing I do. നമ്മൾ ചെയ്യേണ്ട എന്ത് കാര്യം എന്തെന്ന് വെച്ചാൽ, Praise the Lord. Stotram. One thing, Paul is mentioning one thing, Stotram. And the one thing, how he can do the one thing. നമുക്ക് എങ്ങനെയാണ് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്? പൗലോസ് അതവിടെ പറയുന്നുണ്ട്. Verse number 13 says, 13 വാക്യം പറയുന്നു, forgetting what lies behind. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന കഷ്ടങ്ങൾ
നിങ്ങളുടെ മഹത്വമാകിയാൽ അവ നിമിത്തം അധൈര്യപ്പെട്ടു പോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. Verse number 13 പറയുന്നു, one thing എന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ ചെയ്യുന്നു. അവിടെ എങ്ങനെയാണ്? പിൻപിലുള്ളത് മറന്ന്, forgetting what lies behind. പിൻപിലുള്ളത് മറക്കുന്നു. Forgetting what lies behind. എന്റെ പിൻപിലുള്ള കാര്യത്തെ ഞാൻ മറക്കുന്നു. In order to gain Christ, ക്രിസ്തുവിനെ നേടേണ്ടതിനായിട്ട് forget what is behind. നമ്മുടെ പഴയ കാര്യങ്ങളെ നമ്മൾ മറക്കേണ്ടത് ആവശ്യമുണ്ട്. Forget what is in the past. നമ്മുടെ പഴയ കാര്യങ്ങളെ, നമ്മുടെ പഴയ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെ നമ്മൾ മറക്കേണ്ടത് ആവശ്യമുണ്ട്. Many times, പല സമയങ്ങളിലും why we cannot gain Christ, നമുക്ക് എന്തുകൊണ്ടാണ് ക്രിസ്തുവിനെ നേടാൻ കഴിയാതെ why പോകുന്നത്, we cannot achieve more, നമുക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ why we കഴിയാത്തത്, cannot grow in our spiritual life, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് നമുക്ക് വളരാൻ there is കഴിയാത്തത്, something which is pulling you. നമ്മളെ എന്തോ ഒന്ന് പിൻവലിക്കുന്നു. Maybe the past life, വേണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പഴയ ജീവിത the past കാര്യങ്ങളായിരിക്കാം, memories, പഴയ നമ്മുടെ ഓർമ്മകളായിരിക്കാം, the past incidents, പഴയ സംഭവങ്ങളായിരിക്കാം. You know, I still remember one of my friend came to me and said, Pastor, I don't think so I have a great future, because when I'm thinking about my past, I don't think so I will have a good future. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒന്ന് പറയുകയുണ്ടായി, എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എൻ്റെ ഭൂതകാലം വളരെ മോശമായിരുന്നു, എൻ്റെ പഴയ ജീവിതം വളരെ മോശമായിരുന്നു. Because his past was haunting him. എൻ്റെ പഴയ ഓർമ്മകൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. You know, this morning time, some of our, past are deeply hurt. പഴയ നമ്മുടെ പല കാര്യങ്ങളും അല്ലെ ഭൂതകാലങ്ങളും നമ്മളെ ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. When I am talking about our past, even the pastor also had a past. എനിക്ക് പോലും പഴയ ഒരു കാലമുണ്ട്. I born and brought up in a pastor's family. ഞാനൊരു പാസ്റ്ററിന്റെ വീട്ടിൽ തന്നെ ഒരു മകനായിട്ടാണ് ജനിച്ചത്. I was a pastor's kid. അതുപോലെ ഒരു പാസ്റ്റർ മകനായിട്ടാണ് ജനിച്ചത്. So much past memories. അതുപോലെ കുറെ പഴയ മെമ്മറീസ്, ഓർമ്മകൾ എനിക്കുണ്ട്. Past incidents. പഴയ സംഭവങ്ങൾ എനിക്കുണ്ട്. Lot of past memories. ഒത്തിരി ഭൂതകാല ഓർമ്മകൾ എന്നെ അലട്ടും. I was carrying all this weight for all this time. ഇത്രയും കാലവും ഞാൻ ആ ഭാരം എനിക്ക് ചുമലിൽ വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. When I was carrying all this weight, I was thinking myself, how can I deliver from my past life? എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഭൂതകാലത്തിൽ നിന്ന് കടക്കാൻ കഴിയുന്നത്, ആ ഒരു ഓർമ്മയിൽ നിന്ന് മാറാൻ കഴിയുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു. And God gave me an opportunity to explore my past. എൻ്റെ ഭൂതകാലത്തെ ഒന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അതൊന്ന് മറക്കാനായിട്ട് ദൈവം എനിക്കൊരു അവസരം തന്നു. Not മറക്കാൻ, to explore the past. എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. I started to write my past. എൻ്റെ പഴയ കാലത്തെ ഭൂതകാലത്തെ കുറിച്ച് ഞാൻ എഴുതാൻ ആരംഭിച്ചു. When Paul mentioned forget your past, that does not mean that you forget everything and just go ahead. പൗലോസ് ഇവിടെ പിൻപിലുള്ളത് മറക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളെല്ലാം മറന്നങ്ങ് മുന്നോട്ട് പോകണമെന്നല്ല. Rather, explore your past. അതിന് പകരം പൗലോസ് പറയുന്നത് നിങ്ങളുടെ ഭൂതകാലത്തെ ഒന്ന് ചിന്തിക്കുക, ആഴത്തിൽ പഠിക്കുക. Probably you can write it down. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. And you can make it as a thesis. ഒരു തിസീസ് ആക്കി നിങ്ങൾക്ക് അത് മാറ്റാം. I made it as my thesis right now. ഞാൻ അതിന്റെ ഒരു തിസീസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. The moral injury of pastor's kid. പാസ്റ്റർമാരുടെ മക്കളുടെ ജീവിതത്തിലെ അവസ്ഥകൾ, മുറിവുകളാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. വൈകാരികമായ പ്രക്ഷോഭങ്ങളുടെ Praise the Lord. സ്തോത്രം. അപ്പോൾ as I mentioned, ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ unless and until you deal with your past, നമ്മൾ നമ്മുടെ ഭൂതകാലവുമായി നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ നേരിടുന്നില്ല എന്നുണ്ടെങ്കിൽ you cannot move ahead. നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. Are you with me this morning? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഇന്ന്? I hope praise also with me, right? Praise the Lord. മെസ്സേജ് എന്ന് പറയുന്ന ഒരു എന്താ പറയുന്നത്, ആ മെസ്സേജിന്റെ സാധനം നമ്മുടെ അകത്ത് കയറിയ കഴിഞ്ഞാൽ പിന്നെ ഇത് സംഭവം വണ്ടി ഓടും. Praise the Lord. സ്തോത്രം. അപ്പൊ പൗലോസ് പറയുകയാണ്, Paul mentioning here, പൗലോസ് ഇവിടെ പറയുകയാണ്, I want to gain Christ. എനിക്ക് ക്രിസ്തുവിനെ നേടണം. I want to know Christ. എനിക്ക് ക്രിസ്തുവിനെ അറിയണം. In order to gain Christ, ക്രിസ്തുവിനെ നേടണമെന്നുണ്ടെങ്കിൽ I have to forget my past. ഞാൻ എൻ്റെ ഭൂതകാലത്തെ കുറിച്ച് മറക്കണം. I have to deal with my past. ഞാൻ എൻ്റെ ഭൂതകാലവുമായി നേരിടണം. Paul had a past.
പോളിനൊരു ഭൂതകാലം You know, ഉണ്ടായിരുന്നു. Paul had a past experience in his life. പോളിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു, ഒരു പഴയ സംഭവം ഉണ്ടായിരുന്നു. You know, Paul was there while Stephen was killed. സ്റ്റെഫാനോസ് മരിക്കുന്ന സമയത്ത് പൗലോസ് അവിടെ ഉണ്ടായിരുന്നു. You know, of course, I personally feel Paul was carrying that pain for all this time. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, പൗലോസ് ഇത്രയും കാലം ആ സ്റ്റെഫാനോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട വേദന വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. And Paul mentioned here, ഇവിടെ പൗലോസ് പറയുകയാണ്, you have to forget your past. നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തേക്ക് മറക്കണം. Praise the Lord. Praise the Lord. Do not dwell on your past memories. Do not dwell on your past memories. നിങ്ങളുടെ പഴയ ഓർമ്മകൾ കടിച്ചു പിടിച്ചിരിക്കരുത്. Isaiah chapter 43 verse number 18 says, യെശയ്യാവിന്റെ പുസ്തകം 44-ാം അധ്യായം 8-ാം വാക്യം പറയുന്നു, forget the former things. നിങ്ങളുടെ പഴയ കാര്യങ്ങളെ മറക്കുക. Do not dwell on the past. നിങ്ങളുടെ പഴയ കാര്യത്തെ ഓർത്തിരിക്കരുത്. I do new things. I do new things. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. Now it springs up. അതിപ്പോൾ പുറപ്പെടും. ദൈവവചനത്തിന് മുൻപിൽ വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ ഇന്ന് രാവിലെ പറയാം. വചനത്തിന് മുൻപിൽ കടന്നു വരുമ്പോൾ മറക്കുവാൻ കഴിയാത്തതും കഴിഞ്ഞ നാളുകളിൽ പിശാച് പലപ്പോഴും ചോദ്യം ചെയ്തതുമായ മേഖലകളുടെ മേൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവവചനത്തിന് മുൻപിലാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഈ ദൂത് ഇവിടെ കൈമാറുമ്പോൾ ആരോടോ ആത്മാവ് ഇന്ന് രാവിലെ സംസാരിക്കുകയാണ്. ഇന്നലെ വരെ മറക്കാൻ കഴിയാത്ത ഏതൊക്കെയോ മേഖലകളുടെ മേൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വം ഈ രാവിലെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. ദൈവം ഒരു പുതു വഴി ഇന്ന് രാവിലെയും തുറക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Forget the former things. Forget the former things. നിങ്ങളുടെ പിന്നിലെ കാര്യങ്ങളെ മറക്കുക. Do not dwell on the past. നിങ്ങളുടെ പഴയ കാര്യങ്ങളെ ഓർത്തിരിക്കാതിരിക്കുക. I do new things. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. I do new things. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. I do new things. പുതിയതൊന്ന് ചെയ്യുന്നു. Just believe in this morning time. നിങ്ങൾ ഇന്ന് വിശ്വസിക്കാമോ? Holy Spirit is going to do something new in your personal life. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Hallelujah. 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 All right. One thing, the number one thing, forget what is lies behind. നമ്മുടെ പിന്നിലുള്ള കാര്യങ്ങളെ നമ്മൾ മറക്കേണ്ടതുണ്ട്. Forget what is lies behind. നിങ്ങളുടെ പിന്നിലുള്ള കാര്യങ്ങളെ നമ്മൾ മറക്കണം. Once you forget, നമ്മൾ മറന്നു കഴിഞ്ഞാൽ do not remember anymore. പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും ആലോചിച്ച് ചിന്തിച്ചിരിക്കരുത്. Do not take it anymore. അതിനി പിന്നെയും അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. Probably you can write it down. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. Or if you want to, you can shout it down. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അലറി പറയാം. Or you can tear those papers. അത് വേണമെങ്കിൽ എഴുതിയിട്ട് വലിച്ചു കീറി കളയാം. Okay, or you can take a help of any counselors. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കൗൺസിലറിന്റെ സഹായം തേടാം. ഒരു പാസ്റ്ററുടെ സഹായം തേടാം. But those past memories should not hold of you. നിങ്ങളെ അതൊരിക്കലും പിടിച്ചു വെക്കാൻ പാടില്ല. നിങ്ങളുടെ പഴയ അനുഭവങ്ങൾ ഒരിക്കലും നിങ്ങളെ അലട്ടുവാൻ പാടില്ല. You must forget the past. നിങ്ങൾ പിൻപിലുള്ളതിനെ മറക്കണം. You must forget the past. നിങ്ങൾ പിൻപിലുള്ളതിനെ മറക്കണം. Forget the past. പിന്നിലുള്ളതിനെ മറക്കണം. The second thing, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, Paul mentioning, പൗലോസ് ഇവിടെ പറയുന്നത്,
I am straining forward what is lies ahead. മുന്നിലുള്ളതിനെ ആഞ്ഞും കൊണ്ട്. Yes. Straining forward what is ahead. മുന്നിലുള്ളതിന് വേണ്ടി ആയുക. Strain എന്ന് പറഞ്ഞാൽ it's a difficult word, it's a complex word. സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു വളരെ ഒരു പാടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ശ്രമിക്കുക, പരിശ്രമിക്കുക എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. It is a stretching experience. ഒരു ആഞ്ഞ് നമ്മൾ ഒരു വളരെ സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ശരീരം മൊത്തം ആവശ്യപ്പെട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണത്. Stretching experience. നമ്മുടെ വലിച്ചു നീട്ടുന്ന ഒരു അവസ്ഥയാണത്. Why many Malayalis are not succeeded in life? പല മലയാളികളും എന്താണ് ജീവിതത്തിൽ വിജയിക്കാത്തതെന്ന് വെച്ചാൽ, I'm comparing with Gujaratis or Rajasthanis. ഞാൻ ഗുജറാത്തികളെയോ അല്ലെങ്കിൽ രാജസ്ഥാനികളെ വെച്ചാണ് താരതമ്യപ്പെടുത്തുന്നത്. We are not ready to take any stretching experience. ജീവിതത്തിൽ എന്തെങ്കിലും വലിച്ചു നീട്ടലിന്റെ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ അത് ചെയ്യാൻ തയ്യാറല്ല. Not ready to take any risk. ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറല്ല. Amen. Praise the Lord. Praise the Lord. Yesterday I was flying in different aeroplanes. ഇന്നലെ ഞങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള എയറോപ്ലെയിനുകളിൽ യാത്ര ചെയ്യുകയായിരുന്നു, വിമാനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. We all have a problem, especially during the time of takeoff and landing, right? നമുക്ക് വിമാനം എടുക്കുമ്പോഴും അതുപോലെ ലാൻഡ് ചെയ്യുമ്പോഴും നമുക്കൊരു പ്രശ്നമുണ്ട്. I have a problem. എനിക്ക് എന്തായാലും ഒരു പ്രശ്നമുണ്ട്. When you take off this flight, നമ്മൾ ഈ വിമാനം മുകളിലോട്ട് പറന്നുയരുമ്പോൾ I feel like something is happening here. ഇവിടെ എന്തോ എനിക്ക് സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. The reason, എന്താണ് അതിന്റെ കാരണമെന്ന് വെച്ചാൽ, there is a force which is called a gravitational force. Gravitational force, which is pulling us. ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. Which is pulling us down. അത് നമ്മളെ താഴോട്ടേക്ക് വലിക്കുകയാണ്. ആ നമ്മളെ ഗുരുത്വം ആകർഷിക്കുകയാണ്. But at the same time, അതേ സമയം തന്നെ this flight is making an additional power. അത് മാത്രമല്ല, ഈ വിമാനം അതിനൊപ്പം തന്നെ ഒരു വലിയ ശക്തി ഉപയോഗിക്കുന്നുണ്ട്. And with that power, അതിന്റെ ആ ശക്തി മൂലം the flight is breaking that force of gravitation. ആ ഒരു ഗുരുത്വാകർഷണത്തിനെ നശിപ്പിച്ച് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. And probably in science it is called law of aerodynamics. Law of aerodynamics എന്നാണ് സയൻസ് ശാസ്ത്രം അതിനെ വിളിക്കുന്നത്. I studied in 8th grade, that's all I know. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്, അത്ര എനിക്ക് അറിയുകയുള്ളൂ. Some of you, maybe Rahul can explain it later. What is aerodynamics? ചിലപ്പോൾ രാഹുൽ അച്ഛന് ചിലപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കും. Anyway, something which was pulling down, എന്തോ ഒരു കാര്യം നമ്മെ പിന്നോട്ടേക്ക് വലിക്കുന്നു. But there is another force which is inside of that flight. പക്ഷേ ആ വിമാനത്തിനകത്ത് എന്തോ ഒരു ശക്തി അത് നമ്മളെ മുന്നിലേക്ക് വലിക്കുകയാണ്. Supersedes that power. അതാണ് അവിടെ സംഭവിക്കുന്നത്. Supersede that power. ആ ഒരു ശക്തി. Supersede that power. ആ ഒരു ശക്തി. Let me hear this morning. ഇന്ന് രാവിലെ being as a Christian, being as a born again Christian, ഒരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനി ആയിരിക്കുന്ന നമ്മൾ, there is a power is always pulling you back. നമ്മൾക്ക് എന്തോ ഒരു ശക്തി നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. That power probably we can call the emotional pulling. വേണമെങ്കിൽ നമുക്കതിനെ വൈകാരിക വേദനയെന്നോ വൈകാരികമായ സംഭവങ്ങളെന്നോ പറയാം. Sexual pulling. എന്തോ ഒരു സംഭവം നമ്മളെ വലിക്കുന്നു. Carnal pulling. എന്തോ ഒരു സംഭവം നമ്മളെ വലിക്കുന്നു. But at the same time, അതേ സമയം തന്നെ there is a power inside of us. അതേ സമയം തന്നെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ശക്തി ഉണ്ട്. That power which is called the power of the Holy Ghost. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. That power which supersedes the power of the carnality. ആ നമ്മളെ പിന്നേക്ക് വലിക്കുന്ന ശക്തിയെ മുന്നിലേക്ക് നശിപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവ് ആ ശക്തിക്കുണ്ട്. That's why the Bible says those who wait upon the Lord they will renew their strength. അതുകൊണ്ടാണ് വചനം പറയുന്നത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന്. Praise the Lord. Amen. They will renew their strength. അവർ ശക്തിയെ പുതുക്കും. They will soar like an eagle. ഒരു കഴുകനെ പോലെ പറന്നവർ ഉയരും. They will run without the fall. അവർ വീഴാതെ നമുക്ക് ഓടുവാൻ സാധിക്കും. Praise the Lord.
there's a power inside of you. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. How can you stretch your life? എങ്ങനെയാണ് നമുക്ക് അതിനെ വലിച്ചു നീട്ടാൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്? There's a power inside of you. നമ്മുടെ എല്ലാ ഉള്ളിലുള്ള ആ ശക്തി Believe കാരണമാണ്. there's a power inside of you. നമ്മുടെ എല്ലാ ഉള്ളിൽ ആ ശക്തിയുണ്ട്. That power which is called the Holy Spirit ആ power. ശക്തിയാണ് നമ്മൾ പരിശുദ്ധാത്മാവെന്ന് വിളിക്കുന്നത്. You know, especially during this monsoon season, ഈ മഴ സമയത്ത് പ്രധാനമായിട്ടും especially if you go to Kerala, കേരളത്തിലേക്ക് നമ്മൾ പോകുവാണെങ്കിൽ most of the rivers are flooding. ഒട്ടുമിക്ക നദികളും കവിഞ്ഞൊഴുകുന്നതായി നമുക്ക് കാണാൻ But if you സാധിക്കും. go to the river bank side of the river, എന്നാൽ നമ്മളൊരു നദിയുടെ തീരത്തേക്ക് പോവുകയാണെങ്കിൽ the small fish, you know, in Malayalam it is called paralmeen, you know, small fish. ചെറിയ പരൽ മീനുകളെ നമുക്ക് കാണാൻ സാധിക്കും. These small fish basically swim against the current flow. പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഒഴുക്കിനെതിരായിട്ടാണ് അവർ നീന്തുന്നത്. Praise the Lord. That did not flow in the water. അവർ വെള്ളത്തിലേക്ക് പോയി നീന്തത്തില്ല. That did not just flow according to the water. അവർ ഒരിക്കലും ആ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തി പോവുകയാണ്. ഒഴുക്കിനനുസരണമായിട്ടല്ല ഒഴുകുന്നേ. അവർ അതിനെതിരായിട്ടാണ് ഒഴുകുന്നത്. ഒഴുക്കിനെതിരായിട്ട് swim against the current flow. ആ ഒരു ഫ്ലോയ്ക്ക് Even though എതിരായിട്ടാണ് you see ഒഴുകുന്നത്. small fish, but there is a life in it. There is a life in it. ആ ഒരു ചെറിയ മീനിന് പോലും അതിനുള്ളിൽ ഒരു ജീവനുണ്ട്. There is a small fish, അതൊരു കുഞ്ഞു but there's life in it. പക്ഷെ അതിനൊരു ജീവനുണ്ട്. And that swim against the current flow. ആ ഒരു കുഞ്ഞു ജീവൻ വെച്ച് അത് അതിനെതിരായി This morning നീന്തുകയാണ്. time, let me tell you, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് how പറയട്ടെ, can I grow in my spiritual life? എങ്ങനെയാണ് എനിക്ക് എന്റെ ക്രിസ്തീയ ജീവിതത്തിൽ വളരാൻ The സാധിക്കുന്നത്? Bible says, വചനം പറയുന്നു, not only forget what is behind me, പിന്നിലുള്ളത് മറക്കുക മാത്രം ചെയ്താൽ secondly പോരാ, strain forward what is a life ahead. മുന്നിലുള്ളതിനെ ആയണം. മുന്നിലുള്ള ജീവിതത്തെ കുറിച്ച് ആഞ്ഞുകൊണ്ട് നമ്മൾ പോകണം. Strain forward what is life ahead. മുന്നിലുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആഞ്ഞു നമ്മൾ ജീവിക്കണം. Strain forward what is life ahead. മുന്നിലുള്ളതിനെ കുറിച്ച് ആഞ്ഞു ജീവിക്കണം. It is a stretching experience. ഇതൊരു വലിച്ചു നീട്ടലിന്റെ ഒരു Prayer അവസ്ഥയാണ്. life is a stretching experience. പ്രാർത്ഥനാ ജീവിതം ഒരു ആയലാണ്. Reading the Bible is a stretching experience. വചനം വായിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു Coming into the ആയ fellowships is a stretching experience. എല്ലാ ദിവസവും കൂട്ടായ്മ ആചരിക്കുന്ന Attending in a ഒരു different meeting അവസ്ഥയാണ്. is a stretching experience. എല്ലാ ദിവസവും മീറ്റിംഗുകൾ കൂടുന്നത് ഒരു But if you അവസ്ഥയാണ്. have a life, നമുക്ക് എന്നാൽ ഒരു ജീവൻ അകത്തുണ്ടെങ്കിൽ, if you have a life, നിങ്ങൾക്കൊരു ജീവൻ ഉണ്ടെങ്കിൽ you will not flow with the current flow. നിങ്ങൾ ഒരിക്കലും ആ ഒഴുക്കിനൊത്ത് നീന്തുകയില്ല. Rather, you will swim against the current flow. നമ്മൾ ആ ഒഴുക്കിന് അനുസരണമല്ലാതെ You അതിനെതിരായി will swim നീന്താൻ against the സഹായിക്കും. current flow. നമ്മൾ എതിരായി നീന്തും. The whole world is flowing into this of current flow. ഈ ലോകം മുഴുവൻ ആ ഒരു ഒഴുക്കിനനുസരിച്ച് നീന്തി പോവുകയാണ്. But still, പക്ഷേ there is a എന്നിരുന്നാലും power inside of me. എന്റെ ഉള്ളിൽ ഒരു There is ശക്തിയുണ്ട്. a strength inside of me. എന്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. There is energy inside of me. എന്റെ ഉള്ളിൽ ഒരു There is ശക്തിയുണ്ട്. anointing inside of me. എന്റെ ഉള്ളിൽ ഒരു അനോയിന്റിംഗ് ഉണ്ട്. Oh, that anointing help me to overcome the current flow of the situation. ആ ഒരു ശക്തി എന്നെ മുന്നോട്ട് നയിക്കാൻ വീണ്ടും വീണ്ടും അതിനെതിരായി നീന്താൻ എനിക്ക് സഹായിക്കും. ആത്മാവിൽ ഇന്ന് രാവിലെ എത്ര പേർ മനസ്സിലാക്കുന്നു? ലോകം ഒഴുകുന്ന കുത്തൊഴുക്കിൽ അതുപോലെ ഒഴുകാനല്ല ഒരു ദൈവ പൈതലിനെ ദൈവം വിളിച്ചിരിക്കുന്നത്. അതിനെതിരായി ഒഴുകുവാൻ ഒരു ആത്മശക്തി അകത്തുള്ള ഒരു ദൈവ പൈതലിനെ ഇന്ന് രാവിലെ കഴിയത്തുള്ളൂ. ആത്മശക്തി അകത്തുള്ളവനെ ഇന്ന് രാവിലെ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുകയുള്ളൂ. Oh, glorify your name. Glorify your name. Glorify your name. Glorify your name. Praise the Lord. Praise the Lord. Praise the Lord. One thing I do. ഞാൻ ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ ചെയ്യുന്നു. One thing, forget what is lies behind. എന്റെ പിന്നിലുള്ളതിനെ ഞാൻ മറക്കുന്നു. Straining forward what is lies ahead. മുന്നിലുള്ളതിനായി ആയുന്നു. The third thing, മൂന്നാമത്തെ കാര്യം, I press on toward the goal for the prize.
ക്രിസ്തുവേശുള്ള ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ഓടുന്നു. I press on. ഞാൻ അതിനുവേണ്ടി മുന്നോട്ടായി ആഞ്ഞു ഓടുന്നു. I press on. I press on. ഞാൻ അതിനുവേണ്ടി ആയുന്നു. Praise the Lord. പിമ്പിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആയുന്നു. I press on. ഞാൻ മുന്നിലുള്ളതിന് ആഞ്ഞും കൊണ്ട്. Press on, probably you can see at least 2 times here. Verse number 12 also see, I press on to make it on my own. കണ്ടോ? 12-ാം വാക്യത്തിൽ അത് കാണാം. എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. Praise the Lord. വീണ്ടും നമ്മൾ കാണുകയാണ്, I press on towards the goal for the prize. അതുപോലെ 14-ാം വാക്യത്തിലും അത് ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ ആഞ്ഞും കൊണ്ട്. Why many times we cannot go forward? എന്തുകൊണ്ടാണ് നമുക്ക് പല സാഹചര്യങ്ങളിലും മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്? Because we don't see the finishing line. നമ്മൾ ഒരിക്കലും ഒരു അവസാനത്തെ ആ ഒരു ഫിനിഷിംഗ് ലൈൻ കാണാത്തത് കൊണ്ടാണ്. We don't see the finishing line. എന്താണ് അവസാനം എന്ന് നമ്മൾ കാണാത്തത് കൊണ്ടാണ്. We don't see the destiny which God are already appointed on our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ഡെസ്റ്റിനി നമ്മൾ കണ്ടെത്താത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നത്. We don't see the call of God which God already has given to us. കർത്താവ് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള വിളിയെ നമ്മൾ കാണാത്തത് കൊണ്ടാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. I heard a story something like this. എനിക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി പറയാനുണ്ട്. ഫ്ലോറൻസ് ചാഡ്വിക് എന്ന് പറയുന്ന വേൾഡ് ക്ലാസ് സ്വിമ്മർ, ഒരു നീന്തൽ താരമാണ് ഫ്ലോറൻസ് ചാഡ്വിക്. She wanted to take it 26 miles swimming from Kathleen Island to California mainland. കാത്തലീൻ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കാലിഫോർണിയയിലേക്ക് 26 മൈൽ നീന്താനായിട്ടുണ്ടായിരുന്നു. And one day she wanted to swim. ഒരു ദിവസം പുള്ളിക്കാരി നീന്താനായി പോകുമ്പോൾ, but she went into the Pacific and started swimming in hours. മണിക്കൂറുകളോളം നീന്തിക്കൊണ്ടേയിരിക്കുകയാണ് പസഫിക് ഓഷ്യനില് മണിക്കൂറുകളോളം നീന്തിക്കൊണ്ടിരിക്കുകയാണ്. But after swimming 15 hours 55 minutes, 15 മണിക്കൂറും 55 മിനിറ്റും നീന്തിക്കൊണ്ടിരുന്നപ്പോൾ she decided to quit the race. ആ ഒരു നീന്തൽ നിർത്താനായിട്ട് പുള്ളിക്കാരി തീരുമാനിച്ചു. The reporters came and asked her. മാധ്യമപ്രവർത്തകർ വന്ന് അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? പുള്ളിക്കാരി അതിന് ഉത്തരമായി പറഞ്ഞു, I couldn't go forward. എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. I can't see further. എനിക്ക് മുന്നുള്ളത് കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനായി സാധിക്കില്ല. Because the fog was so thickening. ആ ഒരു വെള്ളത്തിനകത്തെ ഒരു ഒഴുക്ക് എനിക്ക് എന്റെ കണ്ണിൽ fog was thickening and dark, so I couldn't see anything. മഞ്ഞ് മൂലം എനിക്ക് മുന്നോട്ടുള്ളത് കാണാൻ സാധിക്കുന്നില്ല. She just gave up. പുള്ളിക്കാരി അത് അവിടെ വെച്ച് ഉപേക്ഷിച്ചു. Just a half mile away from the mainland. ആ ഒരു ഡെസ്റ്റിനിയിൽ നിന്നും അര മൈൽ മാത്രം വ്യത്യാസത്തിലാണ് പുള്ളിക്കാരി അവിടെ ആ ഒരു ഇത് അവസാനിപ്പിച്ചത്. Praise the Lord. Why many times we cannot go forward? എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്? We don't see the finishing line. നമ്മൾ അതിന്റെ അവസാനം കാണുന്നില്ല. We don't see നമ്മളത് കാണാത്തത് കൊണ്ടാണ്. God's purpose on our life. കർത്താവിന് നമ്മളെ ജീവിതത്തിലുള്ള ഉദ്ദേശം എന്താണ് നമ്മൾ കണ്ടെത്താത്തത് കൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കാത്തത്. We don't know what God has done in our life. എന്താണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. We don't see Christ. നമ്മൾ ക്രിസ്തുവിനെ അവിടെ കാണുന്നില്ല. Praise the Lord. There is an example. There is another person called Mamo Waldi. Mamo Waldi എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. In 1978, he came from Ethiopia the first time and participated in Mexico Olympics, the marathon race. മെക്സിക്കൻ മാരത്തൺ ഒളിമ്പിക്സിൽ 1978 മത്സരിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. Probably Ethiopia is a very downtrodden poor country. എത്യോപ്യ എന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. He didn't have a good track suit or a shoes or anything. നല്ലൊരു ഷൂസോ അല്ലെങ്കിൽ നല്ല അതിന് ചേരുന്ന ആവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ ഇല്ലായിരുന്നു. And almost 30 miles he was almost gave up. ഒരു 30 മൈൽ ഓടിയതിനു ശേഷം അദ്ദേഹം അവസാനമായി അത് നിർത്താനായിട്ട് ഇടയായി. അത് ഗീവ് അപ്പ് ചെയ്തു. He was almost gave up. ഒരു ഏകദേശം അത് വേണ്ട എന്ന് വെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനിടയായി. So finally, പക്ഷെ പെട്ടെന്ന് ഒരു നിമിഷം he found something. പക്ഷെ പുള്ളിക്കാരൻ ഒരു കാര്യം കണ്ടെത്തി. On the final lap. ഒരു അവസാന ഡെസ്റ്റിനിയില് the Ethiopian flag was
അങ്ങ് ദൂരെയായി അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യമായ എത്യോപ്യയുടെ ഫ്ലാഗ് കാണുകയുണ്ടായി. And Ethiopian flag was as if beckoning him, come on Valdi, you can do. ആ ഒരു അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ ഫ്ലാഗ് അവിടെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായി, നീ വാ, നിനക്ക് സാധിക്കും, നിന്നെ കൊണ്ട് പറ്റും എന്നൊരു ഒരു ആരോ പറയുന്നതായി അദ്ദേഹത്തിന് തോന്നി. And all of a sudden, പക്ഷെ പെട്ടെന്ന് he got a power inside of him. എവിടുന്നോ എന്നറിയില്ല, ഒരു ശക്തി അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കടക്കുകയുണ്ടായി. He started to run. പുള്ളിക്കാരൻ അതിവേഗം ഓടുകയാണ്. And he finished. അദ്ദേഹം ആ ഒരു റേസ്, ആ ഒരു ഓട്ടം അവസാനിപ്പിച്ചു. This marathon race. ആ മാരത്തൺ റേസില് as a first person. അദ്ദേഹമാണ് ആദ്യം ഒന്നാമത് എത്തിയത്. His name is Mamo Valdi. അദ്ദേഹത്തിന്റെ പേരാണ് മാമോ വാൽദി. From Ethiopia. ഫ്രം എത്യോപ്യൻ രാജ്യത്തിലെ മാമോ വാൽദി. Let me tell you this morning. ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ പറയട്ടെ, we are on the race. നമ്മളും ഒരു ഓട്ടത്തിലാണ്. The spiritual race. ഒരു ആത്മീക ഓട്ടം. The spiritual race. ആത്മീകമായിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് നാം ഓരോരുത്തരും. We cannot see anything. Things are what we are seeing is thick and dark and foggy. നമ്മൾ കാണുന്നത് ഇരുട്ടും അതുപോലെ തന്നെ നമ്മളെ തളർത്തുന്ന സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. We are getting depressed and distressed. നമ്മൾ പല സമയത്തും വിഷാദമായി മാറുകയാണ്. As a result, we are not able to move forward. ഈ ഒരു വിഷാദം കാരണം നമുക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ ആ ഒരു സംഭവം അവസാനിപ്പിക്കാനോ നമുക്ക് സാധിക്കുന്നില്ല. But this morning time, the Holy Spirit is telling. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോടായി പറയുകയാണ്, press on. നിങ്ങൾ ആയിക, മുന്നോട്ടേക്ക് ആയിക, മുന്നോട്ടേക്ക് ആയിക. Do not stop, press on. നിങ്ങൾ ഒരിക്കലും ആയുന്നത് നിർത്തരുത്. You press on. നിങ്ങൾ മുന്നോട്ടേക്ക് ആയിക. You just press on. ഒരിക്കലും അത് ഗീവ് അപ്പ് ചെയ്യരുത്. There's a call of God in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു വിളിയുണ്ട്. There is a mission of God in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. There's a purpose of God in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. So press on this morning. മുന്നോട്ടേക്ക് ആഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരിക്കലും അത് അവസാനിപ്പിക്കരുത്. ഒരിക്കലും ക്വിറ്റ്, ഒരിക്കലും അവസാനിപ്പിക്കരുത്. ഒരിക്കലും അത് നശിപ്പിച്ചു കളയരുത്. മുന്നോട്ടേക്ക് ആഞ്ഞുകൊണ്ടേയിരിക്കുക. Look at the captain and the finisher of the faith. വിശ്വാസത്തിന്റെ ആ അവസാന ആ ഒരു അതിരിലേക്ക് നമ്മൾ നോക്കുക. വിശ്വാസനായകനും പൂർത്തിമാനുമാക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. Look at the captain and the finisher of our faith. All these Old Testament servants, saints, they gone through all these challenges. പഴയ നിയമ പൂർവികന്മാരെല്ലാവരും ഈ ഒരു അവസ്ഥയിലൂടെ തന്നെ കടന്നുപോയവരാണ്. They all gone through challenges. അവരെല്ലാവരും ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയവരാണ്. Abraham had a promise. എബ്രഹാമിന് ഒരു പ്രോമിസ് ഉണ്ടായിരുന്നു. 25 years the promise did not fulfill. ആ ഒരു പ്രോമിസ് 25 വർഷക്കാലം നടന്നില്ല. But Abraham knew. പക്ഷേ എബ്രഹാം, my God is a promising keeper. എന്റെ കർത്താവിൽ അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു. My God is a promising keeper. എന്റെ കർത്താവ് എന്റെ പ്രോമിസുകളെ കീപ്പ് ചെയ്യുന്ന My God is a promising keeper. ആമേൻ. This morning, even though you don't see the promise, നമ്മൾ ആ ഒരു വിശ്വാസം, ആ പ്രോമിസ് നമ്മൾ കാണുന്നില്ല എന്നുണ്ടെങ്കിലും there is a promise. കർത്താവിന്റെ ദൈവം ആ പ്രോമിസ് നടത്തുന്നവനാണ്. He is still a promising keeping God. ആമേൻ. കർത്താവ് യേശു അത് നടത്തുന്നവനാണ്. He is still on promising keeping God. ആമേൻ. യേശു ആമേൻ. Joseph, while he was going through the tough time in his life, യോസേഫിനെ നമ്മൾ 17 years. 17 വർഷക്കാലം യോസേഫ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. But he knows, my God, still on the throne. എന്റെ കർത്താവ് സ്വർഗ്ഗത്തിലെ കർത്താവിടെ ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. He is still on the throne. He is still on the throne. ഞാൻ ഇവിടെ നിർത്തുകയാണ്. എൻ്റെ മെസ്സേജ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ്, താങ്ക് യു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മോസസിനോട് ഇന്ന് രാവിലെ ചോദിച്ചാൽ മോശ പറയും, പ്രൈസ് ദി ലോർഡ്. ഓ ഹല്ലേലൂയ, ഹി ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. പ്രൈസ് ദി ലോർഡ്, ഹി ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ പ്രതികൂലത്തിന് നടുവിൽ സാധ്യതകൾ ഒന്നും കാണാതിരിക്കുമ്പോൾ ഇന്ന് രാവിലെയും സ്തോത്രം, യു പ്രസ് ഓൺ, യു പ്രസ് ഓൺ, യു പ്രസ് ഓൺ. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വം ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വം ദൈവ ഈ ദിവസങ്ങൾ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ചില നിമിഷങ്ങളിൽ കൂടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് ഇന്ന് രാവിലെ നന്ദി പറഞ്ഞ് തുടങ്ങിയാട്ടെ.
അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അവന്റെ പ്രവൃത്തിയുടെ മഹത്വം നിന്റെ ജീവിതത്തിലുമേൽ അവൻ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. അവൻ വൻകാര്യങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ നാൾ തോറും നിന്റെ ഭാരങ്ങളെ ചുമക്കുന്ന സ്നേഹനിധിയായ പിതാവാണ്. അവൻ നിന്നെ ഹല്ലേലൂയ കൈവിടുന്ന ദൈവമല്ല. വാഗ്ദത്തങ്ങൾ പറഞ്ഞവർ വിശ്വസ്തനാണ്. അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം മാത്രമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ അവൻ വെളിപ്പെടുത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒന്ന് ഞാൻ ചെയ്യുന്ന പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനായി ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. I praise towards the God which God has given into my life. Praise the Lord. Shall we all stand up in the presence of God?